അതും ഒഴിവാക്കേണ്ടതാണ്. അത് ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ്. ഈ ദുരന്തം ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് എന്ന് പറയുന്നത് പോലെ ഇതുപോലൊരു ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നതും ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണമെന്നൊന്നും സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ല. പക്ഷേ ഇല്ലാത്ത ഉത്തരവാദിത്വം കൂടി സർക്കാരിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ചില കാര്യം പഴിചാരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. വസ്തുത മാധ്യമങ്ങളും ജനങ്ങളും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തെരച്ചിൽ മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്? നാട് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ആയിരുന്നല്ലോ. അത് കഴിയുന്നതുവരെ എന്നിട്ട് സർക്കാരിനെതിരെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്കപ്പം മറുപടിയും പറയാം. കാത്തിരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞതൊന്നും അറിയാത്തതുകൊണ്ടല്ല, ഞാനൊന്നും പറയാതിരുന്നതാണ്. അപ്പോൾ അത് പറയേണ്ട സമയമല്ല എന്നുകൊണ്ട് ഈ നിമിഷം വരെ പറയാതിരുന്നതും അതുകൊണ്ടാണ്. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ സംസാരിക്കാൻ എന്തോ ഒരു ചെറിയ സാങ്കേതിക തടസ്സമുണ്ട് എന്ന് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ? പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുകയാണ് മന്ത്രി എം പി രാജേഷ്. നേരത്തെ തിരുവനന്തപുരത്തുണ്ടായ അപകടത്തിൽ തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ പിന്നീട് മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഉയർന്നു വന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. ആരെയും പഴിചാരാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രമന്ത്രിമാരുണ്ട്, KPCC പ്രസിഡന്റുണ്ട്, അവരെല്ലാം മറുപടി നൽകുകയാണ്.